അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാ. ഐ നീഡ് എ റീസൺ. ആന്ധ്ര ടുഡേ ഓഫീസ് എവിടെയെന്ന് അറിയോ? ജഗദാംബ സർക്കിൾ സർ. ഇത് എഴുതിയതാരാ? ഹൂയിസ് അഗ്നി? അത് പത്രധർമ്മമാണ്, പറയാൻ പാടില്ല. സോ യു കാൺ ബ്രേക്ക് വർക്ക് എത്തിക്സ്. ശ്രീനിവാസ, ബ്രേക്ക് ഇറ്റ്. ഷുവർ സർ. സർ, യു ആർ ക്രോസിംഗ് യുവർ. യു ഓൾറെഡി ക്രോസ്ഡ് യുവേഴ്സ്. എന്താ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണോ? അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുകയാണല്ലേ? ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ ഏതെങ്കിലും ക്രിമിനലിന്റെ പിന്നാലെ പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷന് നോക്ക്. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ പിന്നാലെ ചുറ്റുന്നു. റൂം നമ്പർ 406 എന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നത് സങ്കല്പിച്ചെഴുതിയോ? എന്റെ അച്ഛനും അമ്മയും ആവാലോ, എന്റെ സ്വന്തക്കാരെങ്കിലും ആവാലോ. നിന്റെ ബുദ്ധിയിൽ ഇങ്ങനെയൊക്കെയാണോ തോന്നുന്നത്? 10 ക്രിമിനലിനെ പിടിക്കാൻ 2 നല്ലവരെ സംശയിച്ചെന്നിരിക്കും. ഒരു നല്ലവനെ രക്ഷിക്കാൻ 2 ക്രിമിനൽസിനെ വെറുതെ വിടും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാ? പരിചയമില്ലാത്ത ഒരാളെ എന്റെ അടുത്ത് പോലും ഞാൻ അടുപ്പിക്കാറില്ല. പഠിക്കണമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാ നിന്നെ സംശയിക്കാത്ത പരിപൂർണമായി ഞാൻ വിശ്വസിച്ചു. ആ എന്നെയാണ് നീ ചീറ്റ് ചെയ്തത്. ഡോണ്ട് അട്ടർ എ വേർഡ്. IPC സെക്ഷൻ 353 ഒരു പോലീസ് ഓഫീസറുടെ പുറകെ പോയി അയാളുടെ ജോലി തടസ്സപ്പെടുത്തിയിരിക്കുന്നു. സെക്ഷൻ 501 തെറ്റായ വാർത്ത പബ്ലിഷ് ചെയ്ത് പോലീസ് ഓഫീസറെ അപമാനിച്ചു. അറസ്റ്റ് ഹിയർ. അപമാനിച്ചില്ലേ എന്നെ? നിനക്കും ചീത്ത പേരാവും. ജസ്റ്റ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഓവറായിട്ട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. കോർട്ടിൽ ഫൈൻ അടച്ചതാ സാർ. എന്ത് വേണം? എന്തിനാ വന്നേ? ഐ ലവ് യു പറഞ്ഞിട്ട് പോവാൻ വന്നതാ. എന്താ കാണിക്കുന്നേ? വണ്ടി നിർത്ത്. സാർ ഇറങ്ങണം, ഞാൻ നോക്കണം. സാറിന് ഭാര്യയൊക്കെ ഉള്ളതാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ ഇപ്പൊ എന്താ? ഏയ്!